ഹായ് സ്റ്റുഡൻസ്, ഞാൻ രാജേഷ് സാറാണ്. നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. എന്നെ കണ്ട് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ കമ്മ്യൂണിക്കേഷനിലുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സിലബസ്. ആസ് യൂഷ്വൽ 4 മൊഡ്യൂളുണ്ട്. മൊഡ്യൂൾ 1 റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റേഡിയോ, TV, മൊബൈൽ അതുപോലുള്ള കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അടുത്ത് എത്തുന്നത്, എങ്ങനെയാണ് നമ്മളത് വീണ്ടും പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കേണ്ടതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണ്? പ്രസരണം. റേഡിയേഷൻ അതായത് നമ്മുടെ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ടവറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെ നമ്മൾ ഈ സിഗ്നൽ, ഇപ്പം നമ്മൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ ട്യൂൺ ചെയ്താൽ യേശുദാസിൻ്റെ പാട്ട് എങ്ങനെ ആ റേഡിയോ സ്റ്റേഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആക്ച്വലി ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് റേഡിയേഷൻ. ആ റേഡിയേഷനിലാണ് നമ്മൾ എന്തുള്ളത്, ആ പാട്ടുള്ളത്. ആ പാട്ട് നമ്മൾ നമ്മുടെ റേഡിയോയിലെത്തി റിസീവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് പാട്ടായി കൺവേർട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ നമ്മൾ ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി എ വേവ് വിത്ത് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ആ വേവ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ്. അതായത് ആ വേവ് ഞാൻ പറഞ്ഞ റേഡിയോ ഫ്രീക്വൻസി ആയിട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി എങ്ങനെ നമ്മുടെ ആ ടവറിൽ നിന്ന് നമ്മുടെ റേഡിയോയിലേക്ക് എത്തുന്നു, അതിനാണ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. അത് പല ടൈപ്പ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. അതൊക്കെയാണ് നമ്മളെ മൊഡ്യൂൾ 1 പഠിക്കുക. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ വി ഹാവ് ടു സ്റ്റഡി സം മോഡുലേഷൻ ടെക്നിക്സ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ FM സ്റ്റേഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ യേശുദാസിൻ്റെ പാട്ടാണെങ്കിൽ അവിടെ നമ്മൾ ഒരു റെക്കോർഡർ വെച്ചിട്ട് അല്ലെങ്കിൽ CD വെച്ചിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ പാട്ട് ഇവിടെ എത്തും, മാക്സിമം ആ സ്റ്റേഷൻ്റെ പുറത്ത് എത്തും. അതിനപ്പുറം അത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ശരിക്കും നമ്മൾ ചിലപ്പം കണ്ണൂരിൽ നിന്ന് സ്റ്റേഷന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാട്ട് നമ്മൾ കേൾക്കുന്ന എവിടെയായിരിക്കും, തലശ്ശേരിയുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ പാട്ട് ആ സ്റ്റേഷൻ നമ്മൾ എവിടെ എത്തണം, തലശ്ശേരിയിൽ എത്തണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ പാട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില പ്രോസസ്സൊക്കെ ചെയ്യും. അതിലൊരു സിമ്പിൾ പ്രോസസ്സാണ് മോഡുലേഷൻ പ്രോസസ്സ്. നമുക്ക് പഠിക്കാം. അപ്പോൾ ആ കുറേ മോഡുലേഷൻ ടെക്നിക്സ്, മോഡുലേഷൻ ടൈപ്സ് ഉണ്ട്. അതൊക്കെ പഠിക്കാനാണ് സെക്കൻഡ് മൊഡ്യൂൾ. ദെൻ തേർഡ് മൊഡ്യൂൾ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്. റേഡിയോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുന്നേയുള്ള എക്സാമ്പിളിന് എടുത്താൽ നമ്മുടെ FM സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഈ സിഗ്നലിനെ നമ്മുടെ യേശുദാസിൻ്റെ പാട്ട് അല്ലെങ്കിൽ KS ചിത്രയുടെ പാട്ട് എങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കുറേ പ്രോസസ്സ് നടത്തിയാൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി എത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ എക്യുപ്മെൻറ്റ്സ്, അതിലുണ്ടായിരുന്ന കുറേ പാർട്സ്, അതൊക്കെയാണ് നമുക്ക് തേർഡ് മൊഡ്യൂൾ പഠിക്കേണ്ടത്. ദെൻ ഫോർത്ത് മൊഡ്യൂളാണെങ്കിൽ റേഡിയോ റിസീവർ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ തലശ്ശേരി എത്തി. തലശ്ശേരി നമ്മൾ റേഡിയോ ഉപയോഗിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ FM സോങ്ങിനെ, പാട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. FM സോങ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുക, അതൊരു റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. ആ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരു റേഞ്ചാണ്. അപ്പോൾ ആ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള നമ്മുടെ പാട്ടിനെ എന്ത് ചെയ്യണം, ആ പാട്ട് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചാക്കി മാറ്റണം, ആംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ മോഡുലേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ മോഡുലേഷൻ ടെക്നിക്കിനെ എന്ത് ചെയ്യണം, നമ്മൾ റിവേർട്ട് ചെയ്തിട്ട് നമ്മളെ പഴയ സോങ്ങിനെ അതിൽ എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കണം. അങ്ങനെ കുറേ പ്രോസസ്സ് റേഡിയോ റിസീവറിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഫോർത്ത് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആ 4 മൊഡ്യൂളാണുള്ളത്. അതിൽ റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ കുറച്ച് ഹെവിയായ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ആദ്യം മൊഡ്യൂൾ 2 ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 2 മോഡുലേഷൻ ടെക്നിക്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾ 1ലേക്ക് പോകാം. കാരണം റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ ഞാനിപ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ചിലപ്പം അതിൽ കുറച്ച് വേവ് ഇക്വേഷൻസ് ഒക്കെ കുറച്ച് വന്നിട്ട് പഠിക്കാനല്ല, മനസ്സിലാക്കാൻ വേണ്ടി വേണം.
ഉദാഹരണം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങൾ മിക്കവാറും ഇത് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വെറുത്തു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പമുള്ള മോഡുലേഷൻ ടെക്നിക്സ്, കാരണം അത് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും നിങ്ങളിപ്പോൾ, കാരണം അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മൊഡ്യൂൾ 2 ആണ് തുടങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ് കോഴ്സ് ഔട്ട്കംസ്. കോഴ്സ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച 4 മൊഡ്യൂളുണ്ട്. ആ 4 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു എന്നാണ് കോഴ്സ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചാൽ നമ്മൾ CO2 ആണ് എന്ത് ചെയ്യേണ്ടത്, അറ്റൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്കം അറ്റൈൻ ചെയ്യുന്നതാണ് പറയാം. അപ്പോൾ മൊഡ്യൂൾ 2ന്റെ കോഴ്സ് ഔട്ട്കം CO2 എന്ന് പറഞ്ഞാൽ ടു ഡെമോൺസ്ട്രേറ്റ് മോഡുലേഷൻ ടെക്നിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന മോഡുലേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരിക്കണം, പഠിച്ചിരിക്കണം ഈ സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും. അത് അൺലോക്ക് ടൈപ്പ് ഉണ്ട്, പൾസ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി നമ്മൾ കോഴ്സ് ഔട്ട്കംസ് ഓരോ മൊഡ്യൂൾ എടുക്കുമ്പോൾ ഞാൻ എന്താണെന്ന് പറയാം, എന്നിട്ട് നമുക്കങ്ങനെ പഠിച്ചു പോകാം. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യണോ, കൺവേ ചെയ്യുന്നു. അതെന്താണ്? വൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് കേൾക്കുന്നു. അപ്പോൾ ഞാനാണ് എന്ത് സോഴ്സ്, നിങ്ങളാണ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഈ കോൺവെർസേഷനിൽ ഞാൻ സോഴ്സും നിങ്ങളെന്താണ് ഡെസ്റ്റിനേഷനാണ്. സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ചില ഇൻഫർമേഷൻസ്, എന്താണ് വിവരങ്ങൾ, എന്താണ് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്മ്യൂണിക്കേഷൻ. അതായത് എവിടെ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് കോൾഡ് സോഴ്സ്. എവിടത്തേക്കാണോ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അല്ലേ, ഞാൻ മാത്രമേ പറയാൻ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? ഞാൻ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഞാനാണ് സോഴ്സ്, യു ആർ ദി ഡെസ്റ്റിനേഷൻ. ഓക്കെ. In engineering sense, communication means the processing and transfer of information by electrical bar electronics method. Okay. Engineering sense നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്. ഇതാണ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്യും, ചില പ്രോസസ്സുകൾ ചെയ്യും. ദെൻ ട്രാൻസ്ഫർ ദി ഇൻഫർമേഷൻ ബൈ ദി ഇലക്ട്രിക്കൽ ബാർ ഇലക്ട്രോണിക്സ് മെത്തേഡ്. ഇലക്ട്രിക്കൽ മെത്തേഡിലോ ഇലക്ട്രോണിക്സ് മെത്തേഡിലോ എന്ത് ചെയ്യുന്നു, അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ കമ്മ്യൂണിക്കേഷൻ ഇൻ എഞ്ചിനീയറിംഗ് സെൻസ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരാൾ പ്രസംഗിക്കുന്നു, അത് നിങ്ങൾ കേൾക്കുന്നു. എന്താണ്? ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ. എന്താ ചെയ്യുന്നത്? അയാൾ സംസാരിക്കുന്ന ശബ്ദത്തിനെ നമ്മൾ ഏതൊരു ഡിവൈസ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. എന്താണ്? മൈക്ക്, അയാൾ ഉപയോഗിക്കുന്ന മൈക്ക്. ആ മൈക്ക് എന്ത് ചെയ്തു, മൈക്കിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എവിടെ കൊടുക്കുന്നു, ആംപ്ലിഫയറിൽ കൊടുക്കുന്നു. ഇതിന് ആംപ്ലിഫയർ കൊടുക്കുന്നത് അത് ചെറിയ സിഗ്നലിനെ എന്താണ്, എൻലാർജ്ഡ് ഫോമാക്കി മാറ്റും, വലിയ ഫോമാക്കി മാറ്റും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, നമ്മൾ സ്പീക്കറിലെ കണക്ട് ചെയ്യും. അഗൈൻ സ്പീക്കർ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വീണ്ടും സൗണ്ട് വേവ്സ് ആക്കി മാറ്റും. അതാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ. അപ്പോൾ അയാൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു മൈതാനിൽ നിന്ന് പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ആ പ്രസംഗിക്കുന്ന ആളാണ് എന്ത്, സോഴ്സ്, നമ്മളാണ് എന്ത്, ഡെസ്റ്റിനേഷൻ കേൾക്കുന്നത്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മനസ്സിലായല്ലോ. Communication can be defined as the transfer of information from one source to destination. Okay. For example, mobile phone. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. എന്താ ചെയ്യുക, നമ്മളിപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയോട് സംസാരിക്കാൻ എന്താ ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നു, അത് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്താണ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യുന്നു, കുറേ പ്രോസസ്സ് ചെയ്യുന്നു, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇവിടത്തേക്ക്, നമ്മുടെ മൊബൈൽ ടവറിലേക്ക്. മൊബൈൽ ടവർ അത് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ടവർ ഏത് ടവറിലേക്കാണോ കൊടുക്കേണ്ടത് അവിടത്തേക്ക് കൊടുക്കും. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും, നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ റിസീവ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. അതിൻ്റെ അതേ സൗണ്ട് നിങ്ങളുടെ ചെവിയിലെത്തും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കുറേ പ്രോസസ്സ് നടത്തുന്നത്, അതാണ് ഇലക്ട്രോണിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ടെലിഫോൺ സെയിം ആണ്. പിന്നെ റേഡിയോ എന്താ ചെയ്യുക, തിരുവനന്തപുരത്തുള്ള റേഡിയോ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോയിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലെ റേഡിയോ റിസീവ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, പഴയ പാട്ടാക്കി മാറ്റുന്നു. സിമിലർലി TV, ഇൻ്റർനെറ്റ് എക്സെട്ര. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ്, ഞാൻ സംസാരിക്കുന്നതിൻ്റെ വോയിസ് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ വഴി പ്രോസസ്സ് ചെയ്ത് യൂട്യൂബിലിട്ടു. യൂട്യൂബ് നിങ്ങൾ എന്ത് ചെയ്തു,
ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും എൻ്റെ സൗണ്ട് എൻ്റെ സൗണ്ട് നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം അല്ല, വേറെ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ഡാറ്റസ് ഒക്കെ ആക്കി മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും അത് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കർ കൂടെ അത് കേൾക്കുന്നു. സോ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. Communication can be defined as the transfer of information from a source to destination. Okay. Then ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇനി എന്തൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാൻ നമുക്ക്. എന്താണ്, ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ് ഫസ്റ്റ് ബ്ലോക്ക്, എന്താണ് ഇൻഫർമേഷൻ സോഴ്സ്. എന്താണ് ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രസംഗിക്കുന്ന മനുഷ്യൻ അയാളുടെ ബുദ്ധിയിൽ തലച്ചോറിലുണ്ടാകുന്ന ഐഡിയാസ് അല്ലേ, അതാണ് എന്ത് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനാണ് അയാൾ മെസ്സേജായിട്ട് എന്ത് നമ്മുടെ മൈക്കിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവും. അത് പ്രസംഗിക്കുന്ന റീസൺ എന്താണ്, ഇറ്റ്സ് എ സൗണ്ട്. ഓക്കെ, ദെൻ അതിനെന്ത് ചെയ്യും, വേറൊരു ബ്ലോക്കിലേക്ക് കൊടുക്കും. ഇറ്റ്സ് കോൾഡ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ഓർ ഇൻപുട്ട് ബ്ലോക്ക്. ഇവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. നമ്മുടെ പ്രസംഗിക്കുന്ന കേസിലാണെങ്കിൽ അതെന്താണ്, മൈക്രോഫോണാണ്. മൈക്രോഫോൺ എന്താ ചെയ്യുക, നമ്മുടെ സൗണ്ട് വേവിനെ ഇൻപുട്ടിലേക്ക് എടുത്തിട്ട് ആ മൈക്രോഫോൺ തൊട്ട് എന്തായിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടും. സോ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ഈ കേസിലാണെങ്കിൽ, ആ പ്രസംഗിക്കുന്ന കേസിലാണെങ്കിൽ എന്താണ്, ഇൻപുട്ട് വൺ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് കൊടുക്കുന്ന എനർജി ഫോം എന്താ, ഇറ്റ് ഈസ് സൗണ്ട് വേവ് ഓർ മെക്കാനിക്കൽ വൈബ്രേഷൻസ്. ഓക്കെ, സൗണ്ട് എനർജിയാണ്. അതിനെന്ത് ചെയ്യും, ആ ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഇലക്ട്രിക്കൽ ഫോമിലായിരിക്കും. ഇലക്ട്രിക്കൽ ഫോമിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ബ്ലോക്ക് ഈസ് എ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുക, ഈ ഇലക്ട്രിക്കൽ ഫോമിൽ കിട്ടുന്ന സിഗ്നലിനെ കുറേ പ്രോസസ്സ് ചെയ്യും. ഒന്ന്, നമ്മുടെ മൈക്രോഫോൺ ഔട്ട്പുട്ട് നമ്മുടെ ചെറിയ വോൾട്ടേജ് സിഗ്നലായിരിക്കും. അതിനെന്ത് ചെയ്യും, ട്രാൻസ്മിറ്ററിൻ്റെ അകത്തുള്ള ഒരു ബ്ലോക്ക് അതിനായും ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയൊരു സിഗ്നലാക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രസംഗിക്കുന്ന കേസിലാണെങ്കിൽ ആംപ്ലിഫയർ വഴി അത് നേരെ സ്പീക്കറിലേക്ക് കൊടുക്കും. സ്പീക്കറാണ് എന്ത്, സ്പീക്കർ അഗെയിൻ എന്ത് ചെയ്യും, അതിനെ റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് സ്പീക്കറിൻ്റെ ഇൻപുട്ടിൽ, അതായത് സ്പീക്കർ എന്താ ചെയ്യുക, ഇൻപുട്ട് കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന് എന്താ ചെയ്യും, മാറ്റും, സൗണ്ട് വേവ്സ് ആയിട്ട് മാറ്റും. അതും എന്താണ്, ട്രാൻസ്ഡ്യൂസറാണ്. ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിലെത്തി, ഞാൻ ട്രാൻസ്മിറ്ററിലെത്തി. ദെൻ അതെന്താ ചെയ്യുന്നത്, ചാനൽ വഴിയാണ് അത് റിസീവറിലേക്ക് കൊടുക്കുന്നത്. നമ്മുടെ പ്രസംഗിക്കുന്ന മൈതാനോ ആ കേസിലാണെങ്കിൽ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഏത് വഴിയാണോ കണക്ട് ചെയ്തത് അതാണ് ചാനൽ. നമ്മുടെ പ്രസംഗിക്കുന്ന കേസിലാണെങ്കിൽ ചാനൽ എന്ന് പറയുന്ന സാധനം എന്താണ്, ഇറ്റ്സ് എ വയർ അല്ലേ. നമ്മുടെ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഒരു വയർ വെച്ചാണ് ഇവിടെ കണക്ട് ചെയ്യുക, സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ അതാണ് ചാനൽ. ഓക്കെ, ദെൻ ചാനൽ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ പോകും, റിസീവറിലേക്ക് പോകും. നമ്മുടെ പ്രസംഗിക്കുന്ന കേസിലാണെങ്കിൽ അത് അഗെയിൻ റിസീവർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇറ്റ്സ് എ ബോക്സ് ഓർ മൈക്ക്. ആ ബോക്സ് ആണ് ആൾസോ എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ ഫോം ഇൻ ടു സൗണ്ട് വേവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് എന്ത് ചെയ്തു, ആദ്യം അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റി. പ്രസംഗിക്കുന്നത് എന്ത് ചെയ്തു, ആദ്യം ഇൻഫർമേഷൻ സോഴ്സ് ആണ്, പിന്നെ അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട്. പിന്നെ ട്രാൻസ്മിറ്ററിനകത്തുള്ള കുറേ ഇലക്ട്രോണിക് ബ്ലോക്സ് ഉണ്ട്, അത് നമ്മുടെ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ട് വലുതാക്കി ചാനൽ വഴി, ഇവിടെ ചാനലാണെങ്കിൽ വയറാണ്, വയർ വഴി ഇവിടെ കൊടുത്തു, റിസീവറിൽ കൊടുത്തു. റിസീവർ എന്ത് ചെയ്തു, അതിന് ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുത്ത് കൺവേർട്ട് ചെയ്ത് ഇവിടെ എന്ത് കിട്ടി, നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിൽ എന്താണോ തന്നിരുന്നത് അത് ഇവിടെ കിട്ടും, നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇതാണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ, അഗെയിൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു കേസ് എടുത്താലോ. നമുക്ക് മൊബൈൽ ഫോണിൻ്റെ കേസ് എടുത്താൽ ഞാനിപ്പോൾ അവിടെ ഞാൻ സംസാരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരാൾ കേൾക്കണം. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ സോഴ്സ് എന്താണ്, ഞാനാണ്. ഞാൻ സംസാരിക്കുന്നത് എവിടത്തേക്കാണ്, നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്. മൊബൈൽ ഫോണിൻ്റെ ഇൻപുട്ടിൽ എന്തുണ്ട്, ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ മൈക്ക് ഉണ്ട്. ആ മൈക്ക് എന്ത് ചെയ്യും, നമ്മുടെ സിഗ്നലിനെ പിടിച്ചിട്ട് എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള കുറേ ആംപ്ലിഫയറും കുറേ പ്രോസസ്സറും ഉണ്ടാവും. ഒരു മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസറൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിലേക്ക് DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസർ ഉണ്ടാവും. ആ പ്രോസർ എന്ത് ചെയ്യും, ഈ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, സിഗ്നൽ ട്രാൻസ്മിറ്റിനകത്തുള്ള ബ്ലോക്ക് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ട സ്ട്രെങ്ത്തിലേക്ക് മാറ്റും. ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസിൽ ചാനൽ എന്ന് പറയുന്ന സാധനം എന്താണ്,
നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്, എയർ ആണ് അല്ലേ. അപ്പോൾ എയറിൽ കൂടെ നമ്മുടെ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോസസ്സ് ഒക്കെ നടത്തണം. നമ്മൾ വയറിൽ കൂടിയാണ് നമ്മുടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്താണ്? ഇലക്ട്രിക്കൽ ഫോം ആണ് അല്ലേ. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മൊബൈൽ ഫോണിന്റെ കേസിലാണെങ്കിൽ ട്രാൻസ്മിറ്ററിൽ നിന്നുണ്ടാകുന്ന സിഗ്നൽ അത് ചാനൽ എന്താണ്? എയർ ആണ്. അപ്പോൾ എയറിൽ കൂടെ നമുക്ക് വോൾട്ടേജും കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് ചാനൽ വേണം, കണ്ടക്ടർ വേണം. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് സിഗ്നൽ എപ്പോഴും എന്തായിരിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ഉള്ളതായിരിക്കും. ആ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഒരു ആൻറ്റിന വേണം. ആൻറ്റിന, അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അകത്തുണ്ട് ഒരു ആൻറ്റിന ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? നമ്മുടെ മൊബൈൽ, ഞാനിപ്പോൾ സംസാരിക്കുന്നത്, ഇപ്പം ഞാൻ കണ്ണൂർ പോളിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചില ആൾ തലശ്ശേരിയിലുള്ള ഒരാൾ സംസാരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണൂർ പോളിയിൽ നിന്ന് നമ്മുടെ സിഗ്നൽ എവിടെ എത്തണം? തലശ്ശേരി എത്തണം. അതിന് ചില പ്രോസസ്സുകൾ ഇതിനകത്ത് നടക്കും. അതിലൊരു പ്രോസസ്സാണ് മോഡുലേഷൻ. കാരണം നമ്മൾ സംസാരിക്കുന്ന വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആൻറ്റിനെ കൂടിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സിഗ്നലിനെ, ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിലെ സിഗ്നലിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ ഇതെന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ഇത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പ്രോസസ്സ് നടത്തും. ദാറ്റ് ഇസ് കോൾഡ് മോഡുലേഷൻ പ്രോസസ്സ്. മോഡുലേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വോയിസ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതിനാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത്ര ദൂരം സഞ്ചരിക്കുള്ളൂ. അഗൈൻ ഇവിടെ ചാനൽ എന്താണ്? ചാനൽ ഈസ് എയർ അല്ലേ. ഇവിടെ ചാനൽ എയർ ആണല്ലോ, മൊബൈൽ ഫോണിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ എയർ ആണ്. ഇപ്പോൾ എയർ ഉണ്ട്. അതുവഴി നമ്മുടെ എവിടെ എത്തും? റിസീവർ, നമ്മുടെ തലശ്ശേരിയുള്ള ആളുടെ മൊബൈൽ ഫോണിനകത്ത് എത്തും. അഗൈൻ അവിടെ എന്തുണ്ടാവും? ഒരു ആൻറ്റിന ഉണ്ടാവും. ആൻറ്റിന അത് റിസീവ് ചെയ്ത് പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താണ്? ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ ഈ റിസീവർ എന്താ വെച്ചാൽ ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ നിന്ന് നമ്മുടെ ആവശ്യമുള്ള ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രം വേർതിരിച്ചെടുക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീമോഡുലേഷൻ. നമ്മളിവിടെ ട്രാൻസ്മിറ്ററിൽ നമ്മൾ മോഡുലേറ്റ് ചെയ്തു. ദെൻ റിസീവർ നമ്മൾ എന്ത് ചെയ്തതിനെ? ഡീമോഡുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും? നമ്മുടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിൽ ഏതാണോ സിഗ്നൽ വന്നത് അതായിരിക്കും. വിച്ച് മീൻസ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഇൻപുട്ട് കൊടുത്ത സിഗ്നൽ ഏതാണോ അതായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു സൗണ്ട് വേവ്. അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ വഴി കയറി പ്രോസസ്സ് ചെയ്ത് ആൻറ്റിന വഴി, എയർ വഴി റിസീവറിലെത്തി. അവിടുന്ന് എവിടെത്തി? നമ്മുടെ സ്പീക്കറിലെത്തി. ഞാൻ സംസാരിക്കുന്ന ആളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീക്കറിലെത്തി. സ്പീക്കറിൽ എന്ത് കിട്ടും? ഞാൻ സംസാരിച്ച വോയിസ് അവിടെ കിട്ടും. മനസ്സിലായി? ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അഗൈൻ ചാനലിനകത്താണ് ഇവിടെയാണ് ചാനൽ, നമ്മുടെ എയർ. അവിടെയാണ് ഏറ്റവും കൂടുതൽ നോയ്സ് കയറാനുള്ള സാധ്യത. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും സൗണ്ട് കയറി വിടുന്നില്ലേ, അതിനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുക. ആക്ച്വലി ഞാൻ സംസാരിക്കുന്നതാണ് നമ്മളെന്ത്? ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലെ വോയിസ് എന്ന് പറയുന്നത്, സിഗ്നൽ എന്ന് പറയുന്ന സാധനം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എക്സ്ട്രാ സൗണ്ട് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് നോയ്സ്. നോയ്സിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് എനി അൺവാണ്ടഡ് സിഗ്നൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് നോയ്സ്. ആവശ്യമില്ലാത്ത ഏത് സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം? നോയ്സ് ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അവിടെ നടക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ രണ്ടു കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ്? അത് അവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത്. സോ ആ കേസിൽ അവർ സംസാരിക്കുന്നത് എന്താണ്? ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോയ്സ് ബിക്കോസ് ഇറ്റ് ഈസ് അൺവാണ്ടഡ് സിഗ്നൽ. ആ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്നത് മാത്രമേ എന്തുള്ളൂ? നിങ്ങളുടെ വോയിസ് ആയിട്ട് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. പുറത്തുള്ള ആളുടെ സംസാരിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് സിഗ്നൽ. സോ ദാറ്റ് ഇസ് കോൾഡ് നോയ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ കേസിൽ അതാണ് നോയ്സ്. എനി അൺവാണ്ടഡ് സിഗ്നൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് നോയ്സ്. ഓക്കെ. ദെൻ കമ്മ്യൂണിക്കേഷനിൽ അക്കോർഡിംഗ് ടു ട്രാൻസ്മിഷൻ മീഡിയ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കാറ്റഗറൈസ് ചെയ്യാം. ഗൈഡഡ് മീഡിയ ട്രാൻസ്മിഷൻ ആൻഡ് അൺഗൈഡഡ് മീഡിയ ട്രാൻസ്മിഷൻ. ഗൈഡഡ് മീഡിയ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വയേർഡ് ട്രാൻസ്മിഷൻ എന്താ വെച്ചാൽ, ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് സിഗ്നൽ എത്തുന്നത് എങ്ങനെയായിരിക്കും? ത്രൂ വയർ ആയിരിക്കും.
ഇവിടെയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രണ്ട് വയർ ചുറ്റി കാണാനില്ല, അതാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അല്ലെങ്കിൽ കോയാക്സൽ കേബിൾ ആയിരിക്കാം. നിങ്ങൾ ആ CRO പ്രോബിനൊക്കെ ഉപയോഗിക്കുന്ന കേബിൾ ഇല്ല, അതാണ് കോയാക്സൽ കേബിൾ. ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിരിക്കാം. ഓക്കെ. ദെൻ അൺഗൈഡഡ് മീഡിയ ആണെങ്കിലോ ദർ ഇസ് നോ ഗൈഡഡ് മീഡിയ ഫോർ അവർ സിഗ്നൽ. നമ്മുടെ സിഗ്നലിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന റിസീവറിലേക്ക് കൊണ്ടുവരുന്നില്ല, ഗൈഡില്ല, ഒന്നുമില്ല, വയറില്ല, ഫൈബർ ഒപ്റ്റിക് കേബിൾ ഇല്ല, ഒരു കേബിൾ ഇല്ല. എന്താണ് എയറിൽ കൂടിയാണ് എന്ത് ചെയ്യുക, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറയുക. സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് പോവുക, അങ്ങനെയാണ് ത്രൂ എയർ ആണ്. അപ്പോൾ ആ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ദറ്റ് ഇസ് ഓൾസോ കോൾഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അതാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ആ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് സാധാരണ റേഡിയോ വേവ്സ് ഉപയോഗിക്കും, മൈക്രോവേവ് ഉപയോഗിക്കും, പിന്നെ ഇൻഫ്രാറെഡ് റേസും ഉപയോഗിക്കും. മൈക്രോവേവ് റേഞ്ചിലാണ് നമ്മുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നത് മൈക്രോവേവ് റേഞ്ചിലാണ്, മൈക്രോവേവ് സൈസാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റേഡിയോ വേണമെങ്കിൽ നമ്മൾ റേഡിയോ FM റേഡിയോ അല്ലെങ്കിൽ AM റേഡിയോ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ്. ആ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റേഡിയോ വേവ്സ് അല്ലെങ്കിൽ മൈക്രോവേവ്സ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇൻഫ്രാറെഡ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ എന്താണ്, അത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡിലായിട്ട് നമ്മൾ 1 ഞെക്കുമ്പോൾ അതിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നലാണ് ഇവിടെ പോകുന്നത്, നമ്മുടെ ടിവിയുടെ നമ്മൾ റിമോട്ടിൽ സെൻസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുള്ളത് ഇത്രയാണ്. ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കൂടുതലും മോഡുലേഷനും ഡിമോഡുലേഷനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്താണ്. ഒരു ടെസ്റ്റായിട്ട് നമ്മൾ എടുത്താൽ മതി. ഒരു ബേസിക് കാര്യങ്ങൾ ഇത്ര പോലെ വെച്ചാൽ നമ്മൾ മൊഡ്യൂളായിട്ട് തുടങ്ങിയിട്ടില്ല, ബേസിക് കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് തരുമ്പോൾ തീർച്ചയായും മുഴുവൻ കാണണം. ഞാൻ അടുത്ത ക്ലാസ് മുതൽ ഇടയ്ക്ക്, അതായത് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ഇടും. ആ ചോദ്യങ്ങളുടെ ആൻസർ തന്നാലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ മാർക്ക് ചെയ്യുള്ളൂ. ഞാൻ സമയം പറയും, ആ സമയത്ത് തന്നെ അതിൽ ലിങ്ക് ഇടും. നിങ്ങളെ ലിങ്കിൽ കയറി കാണുക. പറ്റുമെങ്കിൽ നോട്ട് എഴുതുക, ഞാൻ നോട്ട് തരാം. പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ അയക്കുക. അത് നോക്കിയാൽ ഞാൻ അറ്റൻഡൻസ് ഇടുക, നിങ്ങളുടെ മാർക്ക് ഇടുക, ഇൻ്റേണൽ മാർക്ക്. ഓക്കെ, താങ്ക് യു. പിന്നെ കാണാം.